ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, കുറേയധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതിനൊക്കെ പുറമേ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അത് നമ്മൾ മോർണിംഗ് ടൈമിലും നൈറ്റ് ടൈമിലും ഒക്കെ മറക്കാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നുമില്ല, ആകെ 3 പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഫേസ് വാഷാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഫേസ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ക്ലെൻസ് ചെയ്തിരിക്കണം. സോ ക്ലെൻസിങ്ങിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫേസ് വാഷ് യൂസ് ചെയ്യും. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഹിമാലയയുടെ ഹൈഡ്രേറ്റിംഗ് ആലോവേര ഫേസ് വാഷാണ്. ആലോവേരയും കുക്കുംബറൊക്കെയുള്ള ഹിമാലയയുടെ നോർമൽ ഫേസ് വാഷാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ ഫേസ് വാഷിൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ പെട്ടെന്ന് കഴുകി കളയുന്ന സംഭവമാണ്. സോ അതിൽ നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 95 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അലോവേരയുടെ കുക്കുംബറിൻ്റെയാണ് ഇതെന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിലൊന്ന് സ്കിൻ എന്തെങ്കിലും സോഫ്റ്റ് ആവും. നമ്മുടെ ഡെഡ് സ്കിൻസൊക്കെ നല്ല രീതിയിൽ റിമൂവായി നല്ലൊന്ന് സ്കിന്നിനെ പ്രെപ്പാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്കിൻ കെയറിനും മേക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് സ്കിന്നിനൊന്ന് പ്രെപ്പ് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഫേസ് വാഷിലൂടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫേസ് വാഷ് വേണമെങ്കിലും യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫേസ് വാഷിൽ വിറ്റമിൻ ഇ നല്ലോണം അടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ മോയ്സ്ചറാക്കി വെക്കും, ഒട്ടും ഡ്രൈ ആക്കത്തില്ല, അലോവേരയുടെ എക്സ്ട്രാക്ട് ഉള്ളതുകൊണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ. പലരും സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ തന്നെ ഈ അടുത്താണ് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം പെട്ടെന്നൊരു വിസിബിൾ റിസൾട്ട് ഇല്ലെങ്കിലും നമ്മളുടെ ഫേസിൽ ഡ്രൈനെസ് ഒക്കെ നല്ല രീതിയിൽ കുറച്ച് ചെറുതായിട്ടെങ്കിലും മോയ്സ്ചർ നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് നിവിയയുടെ സോഫ്റ്റ് ഡെയിലി UV ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. SPF 15 ഉള്ളതാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത്. ഞാൻ ഒരു SPF 15 ഉള്ളത് നോക്കി വാങ്ങിയതാണ്. പുറത്ത് പോകുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയത്. ഏതായാലും കുഴപ്പമില്ല, കാരണം നമ്മളതിൻ്റെ പുറത്തൂടെ സൺസ്ക്രീൻ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇത് വളരെ നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. കാരണം ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്കിൻ നല്ല രീതിയിൽ തന്നെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫേസ് വാഷ് ഇത് ഓൾറെഡി വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നല്ല രീതിയിലൊന്നും എന്ത് ചെയ്യാം, മസാജ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ലുക്ക്. ഞാൻ അങ്ങോട്ട് വേറെ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള മോയ്സ്ചറൈസർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഈവനിങ്ങിലും മോർണിംഗ് സ്കിൻ കെയറിലൊക്കെ മറക്കാണ്ട് യൂസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. മോയ്സ്ചറൈസർ ചെയ്തില്ലെങ്കിൽ പോലും ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇലോ യുവിയുടെ സിലിക്കൺ സൺ പ്രൊട്ടക്ട് ജെല്ലാണ്. SPF 50 PA3+ ഒക്കെയുള്ള ഈ ഒരു സൺസ്ക്രീനാണ്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. വളരെ അടിപൊളിയാണ്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ബ്ലൈൻഡ് ആയി പോകുന്ന നല്ലൊരു സൺസ്ക്രീനാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 375 രൂപയാണ്. പക്ഷെ നല്ല എന്താ പറയുക, വെർത്താണ്, പൈസയ്ക്ക് നല്ല വെർത്താണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ തേർഡ് സ്റ്റെപ്പായിട്ടുള്ള സൺസ്ക്രീൻ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൺസ്ക്രീൻ ആരും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ഈ ഒരു ഹ്യൂമിഡിറ്റി, അതേപോലെ തന്നെ സണ്ണിൻ്റെ ഒരു സൺടാനൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആക്കാനും സൺടാൻ വരാണ്ടിരിക്കാനും ഏറ്റവും ഹെൽപ്ഫുള്ളാണ് സൺസ്ക്രീൻ. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, യൂസ് ചെയ്ത് നോക്കണം, എന്നാലും അതിൻ്റെ റിസൾട്ട് തിരിയത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സിമ്പിൾ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. ഇത് തന്നെയാണ് ഡെയിലി ഫോളോ ചെയ്യാറുള്ളത്. ഇതിന് പുറമേ സെറംസോ ടോണറൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് നോക്കാറുള്ളത്. സോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.